മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാൻ പ്രഖ്യാപിക്കുന്നു. അമ്മ മാതാവ് എനിക്ക് തന്ന സഹായം, ഞാൻ 24 വർഷം ഞാൻ ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിന്നും പെട്ടെന്ന് എനിക്ക് ജോലി നഷ്ടപ്പെടേണ്ടി വന്നു. എൻ്റെ പേര് എൽസമ്മ. ഞാൻ നാലാഞ്ചിറ പാറോട്ടുകോണം തിരുവനന്തപുരത്തു നിന്ന് വരികയാണ്. കുന്നുംപുറം ഇടവകയാണ് ഞാൻ. ഇടവകയിലെ കൗൺസിലർ അംഗമാണ്. ഞാൻ സജീവമായി പങ്കെടുക്കുന്നുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ എൻ്റെ സാക്ഷ്യം പറയുകയാണ് എൻ്റെ ഉദ്ദേശം. 24 വർഷമായി എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയിൽ എനിക്ക് നഷ്ടമാകുകയും ആ സ്ഥാപനത്തിൽ ഒരു വൻ നഷ്ടം ഉണ്ടാകുകയും അത് അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം എനിക്ക് ഏജ് ഓവറാകുകയും എനിക്ക് ജോലി ലഭിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ കൃപാസനത്തിൽ എത്തിച്ചേരുന്നത്. അമ്മ മാതാവ് വഴിയായി ഞാൻ കൃപാസന മാതാവ് സത്യമാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് തിരിച്ചറിയത്തില്ലായിരുന്നു. അവസാനം ഈ വേളയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ തന്നെയും എനിക്ക് വിദേശത്ത് പോകാനും എനിക്ക് സാധിച്ച്. ഒരു വർഷമേ പക്ഷേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയതുള്ളൂ. തിരിച്ച് ഞാൻ വന്നപ്പോൾ എനിക്ക് ജോലി ഒന്നിനും ഒരു സാധ്യതയില്ല. എന്നാലും മാതാവിൻ്റെ ഉടമ്പടി പ്രകാരം ഞാൻ പത്രങ്ങൾ കൊടുക്കുകയും വീടാനു തോറും രോഗികളെ സന്ദർശിക്കുകയൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അവസാനം ഞാൻ 2-3 ഇൻ്റർവ്യൂകളിൽ പോയിട്ടൊന്നും എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്ന ഇനിയൊരു ഇൻ്റർവ്യൂ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായെടുത്ത് എൻ്റെ സർട്ടിഫിക്കറ്റും എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും എല്ലാമായിട്ട് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഈ അച്ഛൻ്റെ കൈ ഞാൻ പ്രാർത്ഥിക്കാൻ കൊടുത്ത് മാതാവിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് തന്ന് 3-ാം ദിവസം ഞാനത് ഇൻ്റർവ്യൂവിന് പോവുകയും എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് പറഞ്ഞു ഏജ് കുറവായതുകൊണ്ട് ഒരു സാധ്യതയുമില്ല. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എൻ്റെ കാശ് രൂപം ഞാൻ കൈ പിടിച്ച് വെച്ചുകൊണ്ടാണ് ഞാൻ പോയത്. നെഞ്ചോട് ചേർത്ത് വെച്ച് കർത്താവ്, ഞാൻ ഈ 50 വയസ്സിന് മേളിലായ എനിക്ക് ഒരു ജോലി സാധ്യതയും എനിക്കില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ്. അമ്മ മാതാവ് സഹായിച്ചല്ലാതെ എനിക്ക് ഇനി ഒരു ജോലി കയറാൻ സാധ്യമല്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്ന്, പക്ഷെ അവരെൻ്റെ ഏജ് മാത്രം നോക്കിയില്ല. എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ സർട്ടിഫിക്കറ്റും എല്ലാം നോക്കിയതിന് ശേഷം അവരെന്നെ സെലക്ട് ചെയ്യുകയും ഞാൻ ജോലിയിൽ തുടർന്ന് ഇപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മോൾക്ക് നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. അവൾക്ക് ഫീസ് അടയ്ക്കാൻ ഒരു നിർവാഹമില്ല. ഞാനൊരു ചിട്ടി തുടങ്ങി 3-ാമത്തെ ഗഡു അടയ്ക്കാൻ എനിക്ക് ഒരു നിവൃത്തിയില്ല. അപ്പോഴാണ് എനിക്ക് ഈ 24 വർഷം ജോലി ചെയ്തെങ്കിൽ 1 രൂപ പോലും എനിക്ക് ഗ്രാറ്റുവിറ്റിയോ അങ്ങനെയുള്ള ഒരു സാധ്യതയും എനിക്ക് ഇല്ലായിരുന്നു. ഈ 3-ാം വർഷമായപ്പോൾ ഞാൻ വീണ്ടും പുതുക്കാൻ ഇവിടെ 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പുതുക്കാൻ വന്ന് ഞാൻ ഈ മാതാവിനോട് ഉടമ്പടി വെച്ച്, മാതാവേ എൻ്റെ മോൾക്ക് ഫീസ് അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല, എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് ഉടമ്പടി നിയോഗം വെച്ച് ഈ 24 വർഷം എനിക്ക് കിട്ടാതിരുന്ന പൈസയിൽ മോൾക്ക് ഫീസ് അടക്കം കുറച്ച് തുകയല്ലേ ആണെങ്കിലും അത് ആ സമയത്ത് എനിക്ക് സാധിച്ചു തന്നു. അവിടെ ആ ഒരു വർഷം 3-ാമത്തെ വർഷത്തെ ഗഡു അടയ്ക്കാനായിട്ട് എനിക്ക് സാധിച്ച്. അമ്മ മാതാവും കൃപാസന മാതാവും തിരുകുമാരനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവ് പറയുന്നു, ഈശോ പറയുന്ന പോലെ കർത്താവിൻ്റെ ഇടയനാവുന്നു, നിനക്കൊന്നിനും ഒരു കുറവുണ്ടാകുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്തതുപോലെ എൻ്റെ ജീവിതത്തിലും നിറവേറുന്നു. അതുപോലെ ഇനിയൊരു പ്രാർത്ഥനയാണ്. മകൻ ഒരു ജോലി ഇതുവരെ ആയിട്ടില്ല. ഓരോ കോഴ്സുകളും പഠിക്കാൻ പോകും, പക്ഷേ അതിലൊന്നും അവൻ പൂർത്തിയാക്കാതെ നടക്കുകയാണ്. മാതാവും തിരുകുമാരനും ഇന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ ഞാൻ നിയോഗം വെച്ചിട്ടുണ്ട്. അത് സാധ്യമാക്കി തരുമെന്നും ഞാൻ പറയുന്നു. പ്രേക്ഷിത വേദനയായിട്ട് ഞാൻ രോഗികളെ സന്ദർശിക്കുകയും വീടാനും രോഗികൾ എവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെ അല്ല, അയൽവാസികളെ ആയാലും അല്ലാതെ വീടുകളിൽ രോഗികളായി കഴിയുന്നവരെയൊക്കെ പോയി കാണുകയും പത്രങ്ങൾ കൊടുക്കുകയും വീട് തോറും പത്രം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തിച്ച പാവങ്ങളായിട്ടുള്ളവരെ വലിയ തുകയിൽ സഹായിച്ചില്ലെങ്കിലും ചെറിയ തുകയായിട്ടെങ്കിലും എനിക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 41-ാം അധ്യായം. ദരിദ്രരും നിരാലംബരും ജലം അന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ
കർത്താവായ ഞാൻ അവർക്കുത്തരമരുളും. ഇസ്രായേലിൻ്റെ ദൈവമായി ഞാൻ അവരെ കൈവിടുകയില്ല. എൽസമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എൽസമ്മയ്ക്ക് 24 വർഷമായിട്ടുള്ള നഴ്സിംഗ് ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം ഒരായുസ് മുഴുവൻ ജോലി ചെയ്ത ആ സ്ഥലത്ത് നിന്നും യാതൊരു ഗ്രാറ്റുവിറ്റിയുമില്ലാതെ ഇറങ്ങിപ്പോകേണ്ട ഒരു വലിയ വേദനാജനകമായ അവസ്ഥയിൽ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൽസമ്മയ്ക്ക് നല്ലൊരു ജോലി വീണ്ടും ലഭിക്കുകയും തനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു വലിയ ഓഫർ ലഭിക്കുകയും ചെയ്തു. അതിനിടെ തനിക്കൊരു പ്രശ്നം വന്നത് ഏജ് ഓവറായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ആ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഡോക്യുമെൻറ്റേഷൻ്റെ സബ്മിഷൻ സമയത്ത് അവർ ഏജ് മാത്രം ശ്രദ്ധിച്ചില്ല. 50 വയസ്സ് കഴിഞ്ഞ എൽസമ്മയെ വളരെ ഒരു ചെറുപ്പക്കാരിയായി അവർ കടത്തിവിട്ടു എന്നാണ് ഈ സാക്ഷ്യം നമ്മോട് പറയുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ഒന്നും തന്നെ സാധ്യമല്ല. ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ സ്വീകരിച്ച് 3-ാം ദിവസം തനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാനുള്ള ഭാഗ്യം ഈ സഹോദരിക്ക് ലഭിച്ചു എന്ന് പറയുന്നു. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവാണ്. നമ്മുടെ ഡോക്യുമെൻറ്റേഷനും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് സാധ്യമല്ല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണല്ലോ നാം നിയോഗത്തിൽ എഴുതുന്നത്. 6 കാര്യങ്ങളും സാധ്യമാണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ് നാം നിയോഗങ്ങളായി എഴുതുന്നത്. പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാം ആ കൽഭരണികൾ ഖാലിയായിട്ടുള്ള ആ കൽഭരണികളെല്ലാം നിറച്ച് വളരെ വീര്യമുള്ള ഒരു ജീവിതമാണ് നമുക്ക് നൽകുന്നത്. അനുഗ്രഹപൂരിതമായൊരു ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നാം മനസ്സിലാക്കുകയാണ്. ഈശോയുടെ തിരുരക്തമാണ് നമ്മെ വീണ്ടെടുത്തതെന്ന് വീണ്ടും വിശുദ്ധ കുർബാനയിലൂടെ നാം തിരിച്ചറിയുന്നു എന്നാണ് ഈ സഹോദരി പറയുന്നത്. അതുപോലെ തന്നെ തൻ്റെ മകളുടെ ഫീസ് അടയ്ക്കാനുള്ള വലിയൊരു ബുദ്ധിമുട്ടിൻ്റെ സമയം വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് തനിക്ക് അതെല്ലാം ഈശോ പ്രാപിച്ചു തന്നു. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു വലിയ സാക്ഷ്യം അതാണ്. എനിക്ക് വലിയ സങ്കടങ്ങളുണ്ടായിരുന്നു, പക്ഷേ പല സ്ഥലത്തു നിന്നും ആരൊക്കെയോ വന്ന് കർത്താവിൻ്റെ ദൂതൻ എന്നെ സഹായിച്ചു, എനിക്ക് ചുറ്റും പാളയമടിച്ചു എന്ന സങ്കീർത്തന വചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാവുകയാണ്. കാരണം സുവിശേഷമാണ് നാം ജീവിക്കുന്നത്. ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നു, നാം സുവിശേഷ വേല ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ച കൃപയായി ജീവിക്കാനുള്ള അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കുന്നുവെന്ന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എൽസമ്മയുടെ മനോഹരമായ ജീവിത സാക്ഷ്യത്തിന് പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിന് നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും ഏജ് ബാർ കടന്നിട്ടുള്ളവരെയും എല്ലാ മക്കളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിന് നല്ലൊരു കൈയ്യടി നൽകി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.